വേദന ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുഴമ്പ് പുരട്ടി തരാം. ചെയ്തെന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. സോറി ദത്തേട്ടാ. അത് ഞാൻ അപ്പോഴേ വരവ് വെച്ചല്ലോ. ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഞാൻ ടിഫിൻ ഒന്ന് പാക്ക് ചെയ്തോട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ വൈകി. അയ്യോ, അപ്പൊ ഉച്ചക്ക് എന്താ കഴിക്കുക? അതാരെങ്കിലും കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചോളാം. ആരെ കൊണ്ട്? ഏതായാലും സുജാതയെ കൊണ്ടല്ല. സംശയം ഒരു രോഗമാണെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ദത്തേട്ടന് ഒട്ടും സംശയമില്ല. പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട്. അതെ, നിനക്ക് എന്നെ സംശയമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓ അങ്ങനെ. നീ ഇപ്പൊ ഒന്ന് ഞെട്ടി അല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ കംപ്ലീറ്റ് ഗ്യാസം പോയില്ലേ? മനസ്സിലായല്ലോ സംശയരോഗിയോടൊപ്പം ജീവിക്കുന്നവരുടെ അവസ്ഥ. ഈ വിരോധമൊക്കെ വെച്ചിട്ടല്ലേ നീ എന്നെ ഇന്നലെ മനഃപൂർവ്വം ചവിട്ടിയത്? അല്ലത് ഞാനൊരു 1000 വട്ടം ആണായിട്ട് പറഞ്ഞതാ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കടുകை കാണിക്കും കേട്ടോ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേ ആമി. കണ്ടോ, അപ്പൊ അതാ നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? അതൊക്കെ പോട്ടെ, നീ ഇന്നലെ എന്ത് സ്വപ്ന കണ്ടേ? അല്ല, അത് പിന്നെ അത് ഞാൻ മറന്നുപോയി. നീ മറക്കുമല്ലോ. അല്ലെങ്കിൽ അത് എന്റെ മുതുവല്ലേ. എന്തിനാണ് ഈ ഭാര്യ നീ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നേ? അതിപ്പോ എന്റെ കുറ്റാണോ? അല്ല, അത് ആമി പിന്നെ എന്റെ കുറ്റാണോ? സംശയം എന്താ? ദത്തേട്ടനോട് ആരാ പറഞ്ഞ ഇത്ര സുന്ദരനാവാൻ? ചുമ്മാ പതപ്പിക്കാതെ. പതപ്പിച്ചതൊന്നും അല്ല ദത്തേട്ടാ, സത്യമായിട്ട് നിങ്ങൾ ഭയങ്കര സുന്ദരനാ. സത്യം? പിന്നെ എന്റെ പൊന്നിനോട് ഞാൻ കള്ളം പറയോ? ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. എന്ത്? അല്ല, സുജാത പറഞ്ഞ സത്യമാണെന്ന്. അപ്പൊ അവൾ അതും പറഞ്ഞോ? പിന്നെ പറയാതെ. ഞങ്ങൾ തമ്മിൽ കടുത്ത പ്രണയത്തിലല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ പലതും പറയും. നീ പോയി നിന്റെ പാട് നോക്കി ആമി. പിന്നെ തമാശ പറഞ്ഞ പോലെ തലേ കയറാത്തോളെടുത്ത് ഞാൻ എന്ത് പറയാനാ? തമാശയാണല്ലേ? അല്ല, കോമഡി. ദത്തേട്ടാ, എന്റെ തലയിലൊന്ന് കൈ വെക്കോ? എന്തിന്? ഒന്നിനല്ല, ചുമ്മാ ഒന്ന് കൈ വെക്ക്. ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുഴപ്പം വേണ്ട. വെച്ചേക്കാം. വെച്ചു. എന്ത്? എന്റെ ആമി മോളെ, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂന്ന്. ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം എത്ര തവണ എടുത്ത പ്രതിജ്ഞ? ഒരിക്കൽ കൂടി എടുത്തു വെച്ച് പോലീസ് പിടിക്കത്തൊന്നുമില്ലല്ലോ. ഇത് കുറച്ച് കഷ്ടം തന്നെ ആമി. ഓ, ഒരു കഷ്ടമില്ല. വേഗം പോണെങ്കി വേഗം പറ. പറഞ്ഞേക്ക. എന്റെ പഞ്ചാര പുന്നാര ചക്കര ആമി മോളെ, എന്തോ എന്റെ മനസ്സില് നീ മാത്രമേ ഉള്ളൂ. നല്ല ദത്തേട്ടൻ. ആരെങ്കിലും കാണൂടി? കണ്ടേപ്പെന്താ, കാണുന്നവർക്ക് കാണിച്ചു കൊടുക്കാനേ എന്റെ കഴുത്തില് നല്ല ഒന്നാം തരം താലിയുണ്ട്. എന്ന് വെച്ച് ബെഡ്റൂമിൽ കാണിക്കുന്നത് പൂജാമുറിയിൽ കാണിക്കാൻ പറ്റുമോ? അതിനിവിടെ അകത്തല്ലേ പൂജാമുറി? എന്റെ അമ്മോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഒന്നുമില്ല കേട്ടോ, കുട്ടിക്ക് ഒന്നുമില്ല. താക്കോലോ അവിടെ തന്നെ ഇരുന്നോട്ടെ. താക്കോലോ? ഓ എന്റെ അമ്മേ, ഇങ്ങനെ ഹ്യൂമർ സെൻസ് ഇല്ലാത്തൊരു പെണ്ണുപിള്ള ഇവിടെ വന്നാലേ എന്റെ ബുദ്ധി കൊണ്ട് അടിച്ചു പോകും. ഞാൻ പോട്ടെ. ഭയങ്കര സുഖ. ചവിട്ടി തള്ളി കിട്ടതും പോരെ. ഉള്ള കാര്യം ഇനി ആണി വല്ലതും ഉണ്ടായിരുന്നു? ഈയിടെയായിട്ട് ഇങ്ങർക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒരു വെപ്രാളം കണ്ടില്ലേ, വാലും തലയില്ലാതെ സംസാരിക്കുന്ന. എന്നാൽ ഈ താക്കോല് ഏത് താക്കോലിന്റെ കാര്യമായിരിക്കും ഇപ്പൊ പറഞ്ഞേ? ഇനി പൂജയുടെ താക്കോലോ മറ്റോ ആണോ? അതോ സുജാതയുടെയോ? അവിടെ ഒരു നിപ്പ് കണ്ടില്ലേ? ശീലാവതി. സ്വപ്നത്തിൽ വന്ന് എന്നെ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും ഭാവ വ്യത്യാസം ഉണ്ടോ നോക്കിയേ. ഇവിടെ വന്ന് നിന്ന് സ്വപ്നം കാണുവാണോ?